കാലൻകോഴിയെക്കുറിച്ച് ഞാൻ കുറേയേറെ കഥകൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളും കേട്ടിരിക്കാം. ഒരുപക്ഷെ എന്നെപ്പോലെ കണ്ടവരും ഉണ്ടായിരിക്കാം. കെട്ടുകഥകൾക്കപ്പുറം ഇതിൽ എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പോകുന്ന പല സംഭവങ്ങളും നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് നടന്നതായി ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. കാലൻകോഴിയുടെ ശബ്ദം കേട്ട ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ പലരും മരണപ്പെട്ടു. കാലൻകോഴി കരയുന്നത് ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എൻ്റെ കൂടെ പോരുന്നോ എന്നാണ് കാലൻകോഴി ചോദിക്കുന്നത്. അറിയാതെ എങ്ങാനും എന്നാ ശരി പോവാം എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ അതോടുകൂടെ കാര്യങ്ങൾ തീരുമാനമായി എന്ന് കൂട്ടിക്കും. പിന്നെ ചെയ്യാവുന്ന ഏക കാര്യം എല്ലാവരോടും യാത്ര പറഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് മൂക്കിൽ പഞ്ഞിയും വെച്ച് ഉമ്മറത്തൊരു ഭാഗത്ത് കിടന്നു കൊടുക്കുക എന്നതാണ്. നിങ്ങൾക്കിപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല അല്ലേ? എൻ്റെ ചില ഓർമ്മകളിലൂടെ ഒന്ന് പോയി വരാം. പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു 6-7 മണി കഴിഞ്ഞാൽ തന്നെ എല്ലാവരും വീടുകളിൽ എത്തിയിരിക്കും. ഭയങ്കര നിശബ്ദതയിൽ രാത്രിയിൽ നെൽപ്പാടത്ത് കാറ്റ് വീശുന്ന ശബ്ദം എല്ലാ വീട്ടിലേക്കും കേൾക്കാം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം സന്ധ്യ കഴിഞ്ഞു കാണും. എൻ്റെ അമ്മൂമ്മ മേലെ പറമ്പിലുള്ള അമ്മച്ചൻ്റെ സമാധിയിൽ വിളക്ക് വച്ച ശേഷം വീട്ടിലേക്ക് വരികയായിരുന്നു. ദൂരെ എവിടെ നിന്നോ ഒരു മുഴക്കമുള്ള മൂളൽ പോലെ ഒരു കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. അന്ന് നാമം ചൊല്ലലും പ്രാർത്ഥനയും കഴിഞ്ഞ് ഉമ്മറപ്പടിയിലും വരാന്തയിലുമായി വീട്ടുകാർ അല്പം സൊറ പറയാനിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് വിളക്കുമായി അമ്മൂമ്മ വീട്ടിലേക്ക് കയറുന്ന സമയം അവിടെയിരിക്കുന്ന എല്ലാവരോടുമായി പറഞ്ഞു, എല്ലാരും ഇങ്ങനെ ഉമ്മറത്തിരിക്കാതെ അകത്തേക്ക് കയറിയിരിക്കും, സന്ധ്യ ആവുമ്പോൾ തുടങ്ങിക്കോളും ഒരു വർത്തമാനം പറിച്ച്. എല്ലാവരും പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഇതെന്താന്ന് നിങ്ങൾക്ക് ഞങ്ങൾ വർത്തമാനം പറയണത് കണ്ടിട്ട് സഹിക്കണില്ലേ? കൂട്ടത്തിൽ ഒരിത്തിരി പ്രായമായ കാളിയമ്മ പറഞ്ഞു. അപ്പോ ഈ കേൾക്കുന്നില്ലേ കാലൻകോഴി കരയുന്നത്? ഇന്ന് ആരെയാണോ നോക്കി വച്ചിരിക്കുന്നത്? അതിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അങ്ങനെ പോയി നിൽക്കണ്ടെന്ന് കരുതിയാ എല്ലാറ്റങ്ങളോടും അകത്തു കയറി പോകാൻ പറഞ്ഞത്. അപ്പോ എൻ്റെ അടുത്താണ് കാളി എൻ്റെ വാശി? അമ്മൂമ്മ ഒരിത്തിരി ഗൗരവത്തോടെ പറഞ്ഞു. എല്ലാവരും അതും കൂടി കേട്ടപ്പോൾ അല്പം മുഷിവോട് കൂടെ തന്നെ അകത്തേക്ക് കയറിപ്പോയി. പതിവ് സൊറപറച്ചിൽ നഷ്ടമായ വിഷമത്തിൽ കാളി മുഖമൊന്ന് ഗൗനിപ്പിച്ചു. എന്നിട്ട് വീട്ടിനകത്തേക്ക് സാവധാനം കയറിയിരുന്നിട്ട് കാലൻകോഴിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അല്ല, നിങ്ങൾക്കിതെന്തിൻ്റെ സൂക്കേടാ? എൻ്റെ എത്രയും കാലത്തെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ സാധനത്തിനെ കണ്ടിട്ടില്ല, എന്നെയോട്ട് ഉപദ്രവിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ എന്തിനെ പേടിക്കുന്നത്? അതൊരു സാധു പക്ഷിയാ, അതിന് പിന്നെ അതിൻ്റെ ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കാൻ പറ്റുമോ? അമ്മൂമ്മ അതിനൊന്നും മറുപടി കൊടുക്കാതെ വിളക്കിൽ വയ്ക്കുന്ന തിരികൾ ഉരുട്ടിക്കൊണ്ടിരുന്നു. മറ്റുള്ളവർ ഓരോ പുസ്തകവും എടുത്ത് വായിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ലെന്ന് മനസ്സിലാക്കിയ കാളിയമ്മ വിശദീകരണം നിർത്തിയ ശേഷം കാൽമുട്ട് തിരുമ്മിക്കൊണ്ട് സാവധാനം എഴുന്നേറ്റു. എന്നാ ശരി കാർത്തിയാനിയമ്മേ, ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. ഇനിയിപ്പോൾ രാത്രിയിൽ യാത്ര പറയുന്നില്ല. കാളിയമ്മ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്നും ഒരിത്തിരി അകലെയാണ് താമസം. മക്കളും മരുമക്കളും ഒക്കെയായി സന്തോഷമായി ജീവിക്കുന്ന ഒരു പാവം സ്ത്രീ. കാണുമ്പോൾ ആരോഗ്യമൊന്നും തോന്നില്ലെങ്കിലും എല്ലാ കാര്യവും ഒറ്റയ്ക്കാണ് ചെയ്യാറ്. കയ്യിൽ ചെറിയ ബാറ്ററി ടോർച്ചും എടുത്ത് പടിയിറങ്ങുന്ന നേരം അമ്മൂമ്മ പറഞ്ഞു, ഒരിത്തിരി കൂടി കഴിഞ്ഞാൽ ശശി വരും. അപ്പോൾ അവനെ കൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ആക്കിത്തരാം. അതുപോരെ? ഇപ്പൊ പോണോ? അതൊന്നും വേണ്ട. ദാ ഈ പറങ്കിമരവും 2 പനിയും കഴിഞ്ഞാൽ ഞങ്ങളുടെ വാഴത്തോട്ടം. പിന്നൊരു 4 അടി നടക്കാനല്ലേ ഉള്ളൂ. അതിനിപ്പോൾ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടാന്ന്. അതും പറഞ്ഞ് ഇരുട്ടിലൂടെ ടോർച്ചും അടിച്ച് കാളിയമ്മ നടന്നകന്നു, ഒരു കൂസലുമില്ലാതെ. അവരുടെ ധൈര്യത്തെക്കുറിച്ചായിരുന്നു പിന്നെ അവിടെയുള്ളവർ പറയാൻ തുടങ്ങിയത്. ആ രാത്രിയോടുകൂടി കാളിയമ്മ ഒരു കഥയായി അവസാനിക്കുകയായിരുന്നു. ഇരുട്ടിലൂടെ നടന്നു വീട്ടിലെത്തിയ അവർ പതിവ് പോലെ മക്കളും മരുമക്കളുമായി
കളിച്ചും ചിരിച്ചും ആ രാത്രിയെ സന്തോഷത്തോടെ യാത്രയച്ചു. പിന്നെ രാവിലെ അവർ ഉണർന്നില്ല. മരണകാരണം സർപ്പദംശനമായിരുന്നെന്നും അല്ല കാലൻകോഴി പ്രാണൻ കൊണ്ടു പോയതാണെന്നും പിന്നീട് പലരും അയൽക്കൂട്ടങ്ങളിൽ ഒരു നെടുവീർപ്പോടെ കുറച്ചുകാലം വരെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എല്ലാവരും അവരെക്കുറിച്ചും കാലൻകോഴിയെക്കുറിച്ചും മറന്നുപോയിരിക്കാം. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ +2 കാലത്താണ് ഈ കഥ നടക്കുന്നത്. ചില രാത്രികാലങ്ങളിൽ നായ്ക്കൾ ഓരിയിടുന്നതും കുരയ്ക്കുന്നതും എല്ലാം കേൾക്കാമായിരുന്നു. അതൊക്കെ സ്വാഭാവികം മാത്രം. ഇതിൽ അസ്വാഭാവികമായി ഒരിക്കൽ ഞങ്ങൾ എല്ലാ വീട്ടുകാർക്കും ഒരുപോലെ തോന്നിയൊരു സംഭവം ഉണ്ടായി. അന്നൊക്കെ രാത്രി ഒരുപാട് വൈകിക്കഴിഞ്ഞാൽ അങ്ങാടിയിൽ കടപൂട്ടി വരുന്നവരൊക്കെ ഞങ്ങളുടെ ഇടവഴിയിലൂടെ നടന്നുവന്ന് പുഴക്കടവിലൂടെ ഇറങ്ങി പുഴ മുറിച്ചു കടന്നാണ് അക്കരെയുള്ള വീടുകളിലേക്കും ചുണ്ടംപറ്റ, നാട്യമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും പോകാറുണ്ടായിരുന്നത്. ഒരു രാത്രി അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഒറ്റപ്പാലത്തെ തറവാട്ടിൽ പോയിരുന്നു. TV കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമയം പാതിരയായത് ഞാൻ ശ്രദ്ധിച്ചില്ല. സമയം ഒരുപാടായെന്ന് മനസ്സിലാക്കിയ ഞാൻ TV ഓഫ് ചെയ്തു. ഉറക്കം വരുന്നില്ലെങ്കിലും കിടക്കാമെന്ന് കരുതി. പക്ഷെ എത്ര കണ്ണടച്ച് കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ഡിസംബർ മാസത്തിലെ തണുപ്പുള്ളതുകൊണ്ട് ഫാൻ പോലും ഇട്ടില്ല. ഉറക്കം വരുമ്പോൾ വരട്ടെ എന്ന് കരുതി അന്തരീക്ഷത്തിൽ നടക്കുന്ന വിവിധ ശബ്ദങ്ങളെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നു. ആ നിശബ്ദതയിൽ അപ്പുറത്തെ തൊടിയിലെ തേക്കിൻ മരത്തിൻ്റെ ഇലകൾ വീഴുന്ന ശബ്ദവും കാറ്റിൽ ഇലകൾ ഉരയുന്ന ശബ്ദവും ദൂരെ എവിടെന്നൊക്കെയോ നായ്ക്കൾ ഓരിയിടുന്നതും വ്യക്തമായി കേൾക്കാമായിരുന്നു. വീടിന് ചേർന്ന് തന്നെയാണ് ഇടവഴി എന്നുള്ളതുകൊണ്ട് ആ വഴിയിൽ എന്തു ശബ്ദമുണ്ടായാലും എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ശ്രദ്ധ മുഴുവൻ നായ്ക്കളുടെ ഓരിയിടലിലും തേക്കിൻ്റെ ഇലകൾ വീഴുന്ന പതിഞ്ഞ ശബ്ദത്തിലും മാത്രമായിരുന്നു. പൊടുന്നനെ ആ സമയത്ത് വ്യത്യസ്തമായൊരു ശബ്ദം കൂടി എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഒരു വഴിയാത്രക്കാരൻ്റെ തേഞ്ഞുപോയ ചെരുപ്പ് നടക്കുമ്പോൾ അയാളുടെ കാലിനടിയിൽ അടിക്കുന്ന ശബ്ദമായി എനിക്കത് തോന്നി. അത് അക്കരയ്ക്ക് വല്ലവരും നടന്നു പോകുന്നതായിരിക്കുമെന്ന് ഞാൻ കരുതി. എന്നാലും ഈ സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുട്ടിലൂടെ ഇടവഴിയിൽ കൂടി, അതും വെളിച്ചം പോലുമില്ലാതെ, ഹോ സമ്മതിക്കണം. പക്ഷേ ആ കാലടി ശബ്ദം അകന്നു പോകുന്നേയില്ല. വീടിനടുത്തേക്ക് നടന്നു വരുന്ന പോലെ തോന്നി. ഞാൻ വീണ്ടും ചെവി കൂർപ്പിച്ചു. ഇല്ല, ഇപ്പോൾ കേൾക്കുന്നില്ല എന്ന് മനസ്സ് പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ റൂമിൻ്റെ ജനാലയുടെ അരികിലുള്ള മതിൽ ആരോ ചാടിയ പോലെ തോന്നി. ഇപ്പോൾ ഞാൻ അല്പം ഭയപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നിയ നിമിഷങ്ങൾ. ഞാൻ കട്ടിലിൽ നിന്നും പതിയെ എഴുന്നേറ്റു. ലൈറ്റ് ഓൺ ചെയ്യാതെ ജനാലയുടെ അടുത്തേക്ക് നടന്നു. ഇത്രയ്ക്കും നിശബ്ദമായ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടും അനുഭവിച്ചിട്ടുമില്ലായിരുന്നു. ജനൽ തുറക്കാതെ ഇരുട്ടിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് 2 ചെരുപ്പടികളുടെ ശബ്ദത്തോടെ ആരോ ഒരാൾ ജനാലയുടെ മുൻഭാഗത്തു നിന്നും പുറത്തെ ചുമരിനോട് ചേർന്ന് നിന്ന പോലെ. അയാൾ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ജനാലയുടെ ചുമരിനോട് ചേർന്ന ആ ഭാഗത്ത് മഴ പെയ്യുമ്പോൾ ചെളിയാകാതിരിക്കാൻ പൊട്ടിയ ഓട്ടിൻ കഷ്ണങ്ങൾ ഇട്ടിരുന്നു. അയാളുടെ കാലുകൾ അതിലമരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം വളരെ വ്യക്തമായി ഞാൻ കേട്ടു. പിന്നെ കാത്തു നിന്നില്ല. സർവശബ്ദവും എടുത്ത് ഉറക്കെ ചോദിച്ചു, ആരാടാ ആരാടാ അത്? എൻ്റെ ശബ്ദം കേട്ടിട്ടും ഓട്ടിൻ കഷ്ണങ്ങൾ ചവിട്ടിക്കൊണ്ട് അയാൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെ അത് വല്ലാതെ ചൊടിപ്പിച്ചു. ഇത് കള്ളൻ തന്നെ എന്നൊരു തീരുമാനത്തിൽ ഞാൻ വീട്ടിലെ എല്ലാ ലൈറ്റും കത്താനുള്ള ആ ഒരു സ്വിച്ച് അമർത്തി. പിന്നെ ടോർച്ചെടുത്ത് ധൈര്യമായി പുറത്തിറങ്ങിയപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദവും വീട്ടിലെ ലൈറ്റും കണ്ടുകൊണ്ടായിരിക്കാം അപ്പുറത്തെ വീട്ടുകാരും വാതിൽ തുറന്ന് പുറത്തിറങ്ങി വന്നു. എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം വിശദമായി പറഞ്ഞു. അതേ സമയത്ത് തന്നെ അവർ പറഞ്ഞ മറുപടി വിചിത്രമായി എനിക്ക് തോന്നി. കാരണം കുറച്ചു നേരമായി അവരും ഞാൻ പറഞ്ഞ അതേ ശബ്ദങ്ങൾ പോലെ
മറ്റു ചില ശബ്ദങ്ങൾ അവരുടെ വീടിനു ചുറ്റും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നത്രേ. എന്തായാലും കള്ളനാണോ എന്നറിയാൻ വേണ്ടി സമീപ പ്രദേശങ്ങളിൽ ഞങ്ങളൊരു മണിക്കൂറോളം പലതരത്തിലും തിരഞ്ഞു. വീടിനു പിന്നിലെ തേക്കിൻ തൊടിയിലൂടെ കള്ളൻ ഓടിയിരുന്നുവെങ്കിൽ എത്ര ദൂരെയാണെങ്കിലും ആ ഇലകളിൽ ചവിട്ടിയോടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പിന്നെ മറ്റൊരു വഴി നീണ്ടുകിടക്കുന്ന ഇടവഴിയാണ്. അതിൽ ബ്രൈറ്റ് ലൈറ്റ് പോലെ വെളിച്ചമുള്ള ടോർച്ച് കൊണ്ട് അപ്പോൾ തന്നെ അടിച്ചു നോക്കിയെങ്കിലും ആരെയും കണ്ടതുമില്ല. പിന്നെ ആകെയുള്ളൊരു ചാൻസ് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സംശയം തോന്നുന്ന മരങ്ങളിലേക്കൊക്കെ ടോർച്ച് വെളിച്ചം കൊണ്ട് പരതി. ഞങ്ങൾ ചെക്കന്മാരുടെ നേതൃത്വത്തിൽ തിരയുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ഒരു മരത്തിലേക്ക് ടോർച്ചടിച്ചപ്പോൾ പെട്ടെന്ന് പേടിക്കുന്ന തരത്തിൽ ഒരു കാഴ്ച കണ്ടു. ഇരുട്ടിൽ 2 ചോരക്കണ്ണുകൾ പോലെ വലിയൊരു പക്ഷി ഒരു കൊമ്പത്തിരിക്കുന്നു. കൂട്ടത്തിൽ പ്രായം കൊണ്ട് മൂത്ത അയൽവാസി ഞങ്ങളോട് ഇനി ടോർച്ചടിക്കേണ്ട അതിൻ്റെ മുഖത്തേക്കെന്ന് പറഞ്ഞതിലെ നിഗൂഢത ഞങ്ങൾക്കപ്പോൾ മനസ്സിലായില്ല. എല്ലാവരും കള്ളനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തി വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് കാരണവർ പറയുന്നത് ഞങ്ങൾ ആ സമയത്ത് കണ്ടത് കാലൻകോഴിയായിരുന്നെന്ന്. എന്തായാലും കള്ളനെ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി അടുത്തുള്ള എല്ലാ വീടുകളിലും ഫോൺ ചെയ്യാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ കൂടി എനിക്ക് ആ രാത്രി തുണയായി വീട്ടിൽ നിൽക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് അയൽക്കൂട്ടം പിരിഞ്ഞു. അപ്പോഴും പട്ടികൾ ഓരിയിടുന്നുണ്ടായിരുന്നു. അന്തരീക്ഷമാകെ മൊത്തമൊരു പന്തികേട്. അന്ന് രാത്രി ആരും അത്ര പെട്ടെന്ന് ഉറങ്ങിയില്ലായിരിക്കും. കാലൻകോഴിയെക്കുറിച്ച് ഞാനും കൂട്ടുകാരനും അന്ന് രാത്രി സംസാരിച്ചു. ആ സമയത്ത് കേൾക്കാൻ തുടങ്ങിയ ഒരു വികൃത ശബ്ദം കാലൻകോഴിയുടേതാകാമെന്ന അനുമാനത്തിൽ ഞങ്ങൾ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണി കഴിഞ്ഞിരിക്കും. അപ്പുറത്തെ സദാനന്ദൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ഒരു കൂട്ടക്കരച്ചിൽ കേട്ടു. ശബ്ദം കേട്ടവർ അങ്ങോട്ട് ഓടുന്നത് കണ്ടു. ഞാൻ കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ഓടാൻ തുടങ്ങി. വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചിലർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. കരച്ചിലുകൾ കൂടുതൽ ഉച്ചത്തിലായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിൽക്കുന്നവരോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നും രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ് പത്രം വായനയും ചായ കുടിയും കഴിഞ്ഞ് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കുളിച്ച് വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സദാനന്ദൻ ചേട്ടന് തളർച്ചയും നെഞ്ചുവേദനയും വന്നത്. അപ്പോൾ തന്നെ തറയിൽ കുഴഞ്ഞു വീണു. മരിച്ചെന്ന് ഉറപ്പായെങ്കിലും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത്. ഞാനും കൂട്ടുകാരനും അല്പം മാറി നിന്നുകൊണ്ട് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ പറഞ്ഞു. രാത്രി കാലൻകോഴിയുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചപ്പോൾ ഇനി അടിക്കരുത് എന്ന് പറഞ്ഞത് സദാനന്ദൻ ചേട്ടനായിരുന്നു. ആ സദാനന്ദൻ ചേട്ടന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് കഴിഞ്ഞ രാത്രിയിൽ പിരിയുമ്പോൾ ആരും കരുതിയതുപോലുമില്ല. എല്ലാവരും കുറേ നേരം ഇതുതന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് മൃതശരീരം കൊണ്ട് തിരിച്ചെത്തിയിരുന്നു. അദ്ദേഹം മരിച്ച് 2 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കും. ഞങ്ങളന്ന് കാലൻകോഴിയെ കണ്ടെന്ന് പറയുന്ന വലിയ മരം പകുതി ഭാഗം പൊട്ടി വീണത് ഞാൻ ഇന്നും ഓർക്കുന്നു. വിശദീകരണങ്ങൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചതായി ഓർമ്മയില്ല.